എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണ മൈൻഡ് പാത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ പല കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളവരും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ളവരുമായിരിക്കും. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡെസ്പറായിട്ട് പോകും. വളരെയധികം എഫേർട്ട് ഇട്ടിട്ട് നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യനെന്ന നിലയിൽ നമ്മൾ വളരെയധികം സങ്കടത്തിലാവുകയാണ് ചെയ്യുക. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല അത് എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു എന്നുള്ളതല്ലേ. സാധാരണയായി നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക ചെയ്യുക. എനിക്കൊരു പക്ഷേ അതിനുള്ള കഴിവില്ലായിരിക്കും, ഭാഗ്യമില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അസാധ്യമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെ നിഷ്പ്രയാസം നേടിയെടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന 5 മെൻ്റൽ ടിപ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ സഹായിച്ചിരിക്കും. ഒന്നാമത്തെ ടിപ്പാണ് വിഷ്വലൈസേഷൻ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്തു എന്ന് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ദൃശ്യവൽക്കരിക്കുന്നതിനാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഈ വിഷ്വലൈസേഷൻ. ഈ ലോകത്തിലെ എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ഡെയിലി ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ഈ വിഷ്വലൈസേഷൻ. നമ്മുടെ ബ്രെയിനിന് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളൊരു കഴിവില്ല. നമ്മൾ എന്താണോ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഒരു കാറ് വാങ്ങാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. നിങ്ങളുടെ ആ കാറിൻ്റെ മോഡൽ, ആ കളറ്, നിങ്ങളത് കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കും, നിങ്ങൾ ആ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ അതിനെ ഒരു മൂവി പോലെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അത് വിശ്വസിക്കും. അതിലൂടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുകയും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ റിസൾട്ട് വരികയും ചെയ്യും. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ഈ വിഷ്വലൈസേഷൻ. രണ്ടാമത്തെ ടെക്നിക്കാണ് 5 സെക്കൻഡ് റൂൾ. നമ്മുടെ മനസ്സിലെ മടി മാറ്റി വളരെ വേഗത്തിൽ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു തന്ത്രമാണിത്. പലപ്പോഴും പല കാര്യങ്ങൾ നമ്മുടെ മടി കാരണം നമ്മൾ മാറ്റിവെക്കാറാണ് പതിവ്. മടിയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ഈ 5 സെക്കൻഡ് റൂള്. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഉടനടി 5, 4, 3, 2, 1 എന്നിങ്ങനെ ഡിസെൻഡിങ് ഓർഡറിൽ കൗണ്ട് ചെയ്യുക. ഈ 1 എന്ന് പറഞ്ഞ് തീർക്കുമ്പോഴേക്കും നിങ്ങൾ ആ പണി ആരംഭിച്ചിരിക്കണം. നമ്മുടെ ബ്രെയിനൊരു ടെൻഡൻസി ഉണ്ട്, നമ്മൾ കൂടുതൽ സമയം ആലോചിക്കാൻ സമയം കൊടുത്താൽ അത് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം കൊടുക്കാതിരിക്കുക. അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഈ 5 സെക്കൻഡ് റൂള്. നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും വേണം. നിങ്ങൾ മടിയുള്ളവരാണെങ്കിൽ ഇന്ന് മുതൽ ഈ 5 സെക്കൻഡ് റൂൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ മടി മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം ഇന്ന് തന്നെ തുടങ്ങുക. മൂന്നാമത്തെ ടെക്നിക്കാണ് പോസിറ്റീവ് അഫർമേഷൻ. നമ്മൾ നമ്മളോട് തന്നെ എന്ത് സംസാരിക്കുന്നു എന്നത് നമ്മുടെ ജീവിത വിജയത്തിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പലപ്പോഴും നമ്മളിത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് മറ്റുള്ളവർ എന്തു പറഞ്ഞു എന്നാണ്. ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മോട്ടിവേഷനൊക്കെ കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മളോട് പറയുന്ന കാര്യങ്ങളും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്ന ചിന്തകൾ എന്താണെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് അഫർമേഷൻസുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ആളുകൾ മോട്ടിവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത്രമാത്രം വാല്യുബിളാണ് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുന്ന കാര്യങ്ങളും. അതെപ്പോഴും പോസിറ്റീവായിട്ട് വെക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ഗവൺമെൻറ് എക്സാമിന് വേണ്ടി ശ്രമിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ സാധാരണയായിട്ട് കോച്ചിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു പോസിറ്റീവ് അഫർമേഷൻ ഉണ്ടാകണം. ഞാൻ ഈ എക്സാം നേടി 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 എന്നുള്ള രീതിയിൽ. അല്ലാതെ അയ്യോ ഇത് നേടുമോ, എന്നെക്കൊണ്ട് സാധ്യമാകുമോ, ഇത്തരത്തിലുള്ള ഡൗട്ട് വന്നാൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇമോഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തരം നെഗറ്റീവ് ഇമോഷന് അവിടെ സ്പേസ് കൊടുക്കാതെ നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവ് അഫർമേഷൻ, 1, 2 അതിലധികമോ പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.
അതിലൂടെ നമുക്ക് ആ നെഗറ്റീവ് ഇമോഷൻ വരുന്നത് തടയാനും കഴിയും. നമ്മൾ ഫർദർ മോട്ടിവേറ്റഡ് ആയി നമ്മുടെ ആക്ടിവിറ്റി നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാനും, ഇപ്പോൾ ഒരു ചെറിയൊരു പരാജയം ഉണ്ടെങ്കിൽ പോലും നമുക്കത് സക്സസ്ഫുള്ളാക്കി മാറ്റാൻ വേണ്ടി കഴിയാനും സഹായിക്കും. 4ാമത്തെ ടെക്നിക്കാണ് 2 മിനിറ്റ് റൂള്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മാറ്റി വയ്ക്കുന്നത് അല്ലെങ്കിൽ മടി വരുന്നത് അത് വളരെയധികം വലിയൊരു ടാസ്ക് ആണെന്ന് ചിന്തിക്കുമ്പോഴാണ്. നമുക്കുള്ള ടാസ്കിനെ ഏറ്റവും ചെറിയതായിട്ട് ഒരു 2 മിനിറ്റിലേക്ക് ഷോർട്ടൺ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള ഒരു ഈസിനെസ് കൂടും. അതുകൊണ്ട് തന്നെ ഈ 2 മിനിറ്റ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് വലിയൊരു ടാസ്ക് ഉണ്ടെന്ന് വിചാരിക്കുക, അതിനെ 2 മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളായിട്ട് തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മടി വരില്ല, കാരണം 2 മിനിറ്റിനുള്ളിൽ എനിക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സാധാരണയായിട്ടൊരു ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഫിനിഷ് ചെയ്ത് തീർക്കണം എന്നുള്ളത് തന്നെയായിരിക്കും. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ആ ഒരു ടാസ്ക് പൂർത്തീകരിക്കാതെ അത് പകുതി വഴിക്ക് ഉപേക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ ടാസ്ക്കാണ്, ഒരു അരമണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യേണ്ട ടാസ്ക് നിങ്ങൾ 2 മിനിറ്റ്സിൻ്റെ പല പാർട്സായിട്ട് തിരിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് ഫിനിഷ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരികയും ആ ടാസ്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുകയും ചെയ്യും. അതിലൂടെ നമുക്ക് ആ ഒരു വിജയത്തിലേക്കുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയും. ഇനി 5ാമത്തെ ടെക്നിക്കാണ് നന്ദി പറയുക എന്നത്. ജീവിതത്തിൻ്റെ പല മേഖലകളിലും സക്സസ്ഫുള്ളായിരിക്കുന്നവർ ഡെയിലി ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ഈ താങ്ക്സ് ഗിവിങ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. നമുക്കില്ലാത്ത കാര്യത്തിനെ ഓർത്ത് വിഷമിക്കാതെ നമുക്കുള്ള കാര്യത്തിന് വിചാരിച്ച് നമുക്ക് നന്ദി പറയാം. ചിലപ്പോൾ നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യമായിരിക്കാം, പക്ഷേ അതുപോലും ലഭിക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. നമ്മളങ്ങനെ നന്ദി പറയുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ അബണ്ടൻസിനെ റിസീവ് ചെയ്യാൻ വേണ്ടി തയ്യാറാകും. അതൊരു യൂണിവേഴ്സൽ ലോയാണ്. മാനിഫെസ്റ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു മെത്തേഡ് കൂടിയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അധിക സമയമൊന്നും വേണ്ട. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അന്നേ ദിവസം കിട്ടിയ ഒരു 5 നല്ല കാര്യത്തിന് വേണ്ടി നന്ദി പറയാം. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജേണലിൽ എഴുതുവോ അല്ലെങ്കിൽ ജസ്റ്റ് പറയുകയോ മാത്രം ചെയ്താലും മതി. ബട്ട് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ചെയ്യുമ്പോഴായിരിക്കും. ഒരാഴ്ച ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല മാറ്റങ്ങൾ സംഭവിക്കും. ഞാനത് സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളെന്ന നിലയ്ക്കും കൂടിയാണ്. ഞാൻ ഈ പറഞ്ഞ 5 ടെക്നിക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയും. ഞാൻ ഈ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് സംഭവിച്ചിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഏത് പ്രാക്ടീസാണ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയ അനുഭവങ്ങളായിട്ട് വീണ്ടും വരാം.